ഹലോ, വെൽക്കം ബാക്ക്. ഇന്നത്തെ റെസിപ്പി ഒരു മധുരമാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പാൽ ബണ്ണ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് കണ്ടിട്ട് വരാം. അതിനായി ആദ്യം ഒരു 1/4 കപ്പ് തൈര് എടുക്കാം. അതിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിനി മാറ്റി വെക്കാം. നെക്സ്റ്റ് ഒരു ബൗൾ എടുക്കാം. അതിലേക്ക് 1 കപ്പ് മൈദ മാവ് ആഡ് ചെയ്ത് കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്ത് നന്നായിട്ട് പൊടിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു നുള്ളു ഉപ്പൂടെ ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന തൈരിൻ്റെ മിക്സ് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനൊരു 1/4 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അത് കുറച്ചായിട്ട് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. മാവിൻ്റെ പരുവം ഇങ്ങനെയാണ്. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരുപാട് കട്ടിയിലല്ല കുഴച്ചിരിക്കുന്നത്, എന്നാൽ ഒരുപാട് ലൂസും അല്ല. ഈ ഒരു പരുവത്തിന് വേണം മാവ് റെഡിയാക്കി എടുക്കാൻ. ഇനി ഇത് അരമണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ബണ്ണ് ഫ്രൈ ചെയ്യുന്നതിന് മുന്നേ ഷുഗർ സിറപ്പ് റെഡിയാക്കി വെക്കാം. അതിനായിട്ട് 1 കപ്പ് പഞ്ചസാര എടുക്കുന്നുണ്ട്. അതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഷുഗർ സിറപ്പ് ഒരു നൂൽ പരുവം ആവേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ഒട്ടുന്ന രീതിയിലാവുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം. ഷുഗർ സിറപ്പ് റെഡി ആയിട്ടുണ്ട്. കുറച്ച് ലൈം ജ്യൂസ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ബണ്ണിനി ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഓയിൽ ചൂടാക്കാം. ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിനുള്ള ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഓരോ ബൺസായിട്ട് ഇട്ട് കൊടുക്കാം. കയ്യിലൊന്ന് എണ്ണ തടങ്ങിയതിന് ശേഷം മാവ് എടുത്താൽ മതി. അപ്പോൾ കയ്യിൽ ഒട്ടത്തില്ല. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് കുക്ക് ചെയ്യാനായിട്ട്, ഇല്ലെങ്കിൽ കരിഞ്ഞു പോവും, ഉള്ളു വേവത്തില്ല. ഒരു സൈഡൊന്ന് ആവുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം. ബൺസ് ഇവിടെ നല്ല ഗോൾഡൻ ബ്രൗൺ കളറിലായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് കോരി മാറ്റാം. ഇതുപോലെ ബാക്കിയുള്ള ബൺസും ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ബൺസ് ഷുഗർ സിറപ്പിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് 2 രീതിയിൽ ഷുഗർ സിറപ്പിൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഫ്രൈ ചെയ്ത ഉടൻ നല്ല ചൂടോട് കൂടി തന്നെ ഷുഗർ സിറപ്പിൽ ആഡ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഷുഗർ സിറപ്പ് നന്നായിട്ട് ഉള്ളിൽ കയറും. അപ്പോൾ മിൽക്ക് ബണ്ണ് നല്ല സ്വീറ്റ് ആയിരിക്കും. അല്ലാതെ ഇങ്ങനെയും ചെയ്യാം. ഫുള്ള് ഫ്രൈ ചെയ്തതിന് ശേഷം ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ അത്രയ്ക്ക് മധുരം ഉണ്ടാവില്ല, എന്നാലും നല്ല ടേസ്റ്റാണ്. രണ്ടും ടേസ്റ്റാണ്. നിങ്ങൾ 2 രീതിയിലും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പാൽ ബണ്ണ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതുതായി ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ഒരുപാട് പേര് കാണുന്നുണ്ട്. അവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് അതിൽ ഓൾ സെലക്ട് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.